ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നമ്മൾ റമദാനിലെ ഒരു 10 പൂർത്തിയാക്കുകയാണ്. ഇനി അവശേഷിക്കുന്ന ദിനരാത്രങ്ങളൊക്കെ എത്രയോ വേഗമായിരിക്കും നമ്മോട് യാത്ര പറയുക. ജീവിതത്തിൽ അല്ലാഹു നിർബന്ധമായി കൽപ്പിച്ച അനുഷ്ഠാനങ്ങൾക്ക് പുറമെ നമ്മൾ സ്വീകരിക്കേണ്ടതും നിലനിർത്തേണ്ടതും മഹിതമായ സ്വഭാവമായി കൊണ്ടു നടക്കേണ്ടതുമായ കുറേ കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങൾക്കാണ് പരലോകത്ത് സ്വർഗനരകങ്ങൾക്കപ്പുറം, ഇത് രണ്ടിൻ്റെയും പ്രതിപാദനമല്ല, അർശിൻ്റെ തണൽ ലഭിക്കുക എന്ന മഹത്തായ പ്രതിഫലം വിവരിച്ചിട്ടുള്ളത്. അത് ഇമാം ബുഖാരിയും മുസ്ലിമും രേഖപ്പെടുത്തിയ ഹദീസാണ്. മുസ്ലിം മാത്രമായി ആ ഹദീസ് അതിൻ്റെ ചില വാക്കുകൾ പ്രത്യേകമായി എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഈതാഇ ദിൽ ഖുർബ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ എന്ന ആയത്ത് വിവരിക്കുന്നിടത്താണ് ഇമാം നവവി അലൈഹിർ റഹ്മ റിയാദുസ് സാലിഹീനിൽ ആ ഹദീസ് രേഖപ്പെടുത്തുന്നത്. അല്ലാഹു നീതിയും നന്മയും ആണ് കൽപ്പിക്കുന്നത്, യാതൊരു ദോഷൈകമായ കാര്യങ്ങളും നിങ്ങളോട് അവൻ കൽപ്പിക്കുന്നില്ല എന്ന് തുടങ്ങിയ ആയത്തിൻ്റെ വിവരണത്തിലാണ് ഈ സവിശേഷ പ്രതിഫലം പ്രതിപാദിച്ചിട്ടുള്ളത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വഴി രേഖപ്പെടുത്തുന്നു, അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു, സബ്അത്തുൻ യുളില്ലുഹുമുല്ലാഹ് ഫീ ളില്ലിഹി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലഹു. അല്ലാഹു ഈ അർശിൻ്റെ തണൽ, അതല്ലാതെ ഒരു തണലുമില്ലാത്ത ഒരു മഹ്ശറ, അവിടെയാണ് ഈ അർശിൻ്റെ തണൽ മുഴുവൻ ജനപദവും ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. അത് അല്ലാഹുവിൻ്റെ സിംഹാസനമാണ് അർശ് എന്ന് പറയുക. അപ്പോൾ ആ അർശിൻ്റെ ഒരു തണലിലാണ് അല്ലാഹു സവിശേഷ സ്വഭാവമുള്ള 7 തരം ആളുകളെ ഒരുമിച്ച് കൂട്ടും. അതിലൊന്ന് ഇമാമുൻ ആദിലും, നീതിമാനായ ഭരണകർത്താവാണ്. അപ്പോൾ നീതി നിർവഹിക്കുന്ന ഒരു തലവൻ. ഇപ്പോൾ 5 ആളുകൾ കൂടിയിട്ട് അതിലൊരാളെ തിരഞ്ഞെടുത്തു അമീറായി. അദ്ദേഹം പക്ഷപാതമില്ലാതെ സമഭാവനയിൽ ബാക്കി 4 പേരോടും അവരുടെ പ്രശ്നങ്ങളോടും സമീപിക്കണം. അപ്പോൾ കുടുംബമായിരുന്നാലും കുടുംബ ബന്ധുക്കൾക്കിടയിലാണെങ്കിലും സംഘടിത പ്രവർത്തനങ്ങൾക്കിടയിലാണെങ്കിലും, ഇനി കേവലം 5 സമയ നമസ്കാരത്തിൻ്റെ ഇമാമത്തിൻ്റെ വിഷയമാണെങ്കിലും, ഖിലാഫത്ത് ഉൾക്കൊള്ളുന്ന ഇമാമത്താണെങ്കിലും, ഖിലാഫത്തോടു കൂടിയ ഇമാമത്തിനെയാണ് ഇമാമായിട്ട് ഷാഫി മദ്ഹബിൽ പരിഗണിക്കുക. ഇമാം നവവി റളിയല്ലാഹു അൻഹു അത് വിവരിക്കുന്നുണ്ട് മജ്മൂഇൽ. അദ്ദേഹമാണ് ഇമാമത്ത് നിൽക്കുക നമസ്കാരത്തിന്. അദ്ദേഹം തന്നെയാണ് ഒരു ജനതയുടെ പ്രശ്നം കൈയാളുന്നത്, ഒരു രാഷ്ട്രത്തെ നയിക്കുന്നതും അദ്ദേഹം തന്നെയായിരിക്കും. അങ്ങനെ ഒരുപാട് ഖാളിയും എല്ലാം അദ്ദേഹമാണ്. അപ്പം ഇമാമുൻ ആദിലുൻ എന്നത് ഒരു ബൃഹത്തായ
സ്വഭാവ രീതിയെ വിവരിച്ച വാചകമാണ് നീതിമാനായ ഭരണകർത്താവ്. വശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാ, അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുന്ന ഒരു യുവാവ് അല്ലെങ്കിൽ ഒരു യുവതി. യുവത്വത്തെയാണ് അത് അർത്ഥമാക്കുന്നത്, ആണ് എന്ന അർത്ഥത്തിലല്ല. തൻ്റെ യൗവനം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് വിധേയപ്പെട്ട് വിനയപൂർവം അച്ചടക്കത്തോടെ ജീവിക്കുന്ന ഏതൊരു യുവതിയും യുവാവും എന്നർത്ഥം. അപ്പോൾ അതൊരു വലിയ സവിശേഷമാണ്. ആ കാലവും ആ സമയവും മനുഷ്യരുടെ മനസ്സിൻ്റെ സഞ്ചാരപഥങ്ങളെ നിയന്ത്രിക്കാൻ ഏറെ പ്രയാസപ്പെടുന്നൊരു പ്രായമാണത്. അതുകൊണ്ട് തന്നെ ആ പ്രായത്തെ വളരെ സൂക്ഷ്മമായി മനസ്സിലാക്കുകയും അതിനെ അച്ചടക്കത്തോടെ നിലനിർത്തി മുന്നോട്ട് പോവുകയും ചെയ്യുന്ന യുവതീ യുവാക്കളെയാണ് ഈ ഹദീസ് അർത്ഥമാക്കിയത്. 3, വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ഫിൽ മസാജിദ്. ഒരു മനുഷ്യൻ എന്ന പ്രയോഗത്തിൽ സ്ത്രീ പുരുഷൻ എല്ലാം പെടുമെന്ന് നമുക്ക് മനസ്സിലാവും. അവരുടെ മനസ്സ് പള്ളിയോട് ബന്ധിതമായിരിക്കും. അപ്പോൾ പള്ളി എന്നത് അവരുടെ ജീവിതത്തെ, മനസ്സിനെ, ചിന്തയെ, ആഗ്രഹങ്ങളെയെല്ലാം ബന്ധിപ്പിക്കുന്ന ഒരു കേന്ദ്രമാണ്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരാശയമൊന്നും അല്ല ഇസ്ലാമിക ലോകത്ത് പൂർവികർക്കുണ്ടായിരുന്നത്. ഇപ്പം അസ്ഹാബുൽ ബദരീങ്ങളെ പ്രതിപാദിക്കുമ്പോൾ അതിൽ പുരുഷന്മാരെ പോലെ ഒരുപാട് സ്ത്രീകളെ പ്രതിപാദിക്കുന്നുണ്ട്. കാരണം യുദ്ധക്കളത്തിൽ അവർ മാത്രമല്ല ഉണ്ടായുള്ളൂ, സ്ത്രീകളുണ്ടായി. മദീനയിലെ പ്രധാന കൃഷി ഗോതമ്പാണ്, ഈത്തപ്പഴമാണ്, മുന്തിരിയാണ്. അങ്ങനെ കുറേ കാർഷിക മേഖലകൾ. അവർ വളർത്തിയിരുന്ന മൃഗങ്ങളിൽ നല്ലൊരു ഭാഗം കുതിരയും ഒട്ടകവും കഴുതകളും. അപ്പം ഇതെല്ലാം ഉപയോഗിച്ചിരുന്ന സ്ത്രീകളെ പ്രതിപാദിക്കുമ്പോൾ സയ്യിദ് അബുൽ ഹസൻ നദ്വി അൽ ഹയാത്തു ഫീ മദീനത്തിർ റസൂൽ, ലോകപ്രസിദ്ധമായൊരു ചെറിയ ഗ്രന്ഥമാണത്. റസൂലുള്ളയുടെ മദീനയിലുള്ള ജീവിതം, മനുഷ്യരുടെ, നബി വളർത്തിയ, നബി ശീലം നൽകിയ ആളുകളുടെ ജീവിതം വിവരിക്കുന്നതിൻ്റെ മധ്യേ പാടത്ത് പണിയെടുക്കുമ്പോൾ അഥവാ പറമ്പിലെ ജോലി ചെയ്യുന്നതിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവും ഭാര്യയും മുൻപന്തിയിലാണ്. നമസ്കാരത്തിന് പള്ളിയിൽ അവർ ഇരുവരും മുൻപന്തിയിലാണ്. പറഞ്ഞാൽ കൃത്യസമയത്ത് അവരെത്തും. അതിൽ ഞങ്ങൾ ഈ റമളാനിൽ മാത്രം സുന്നത്തെ പള്ളിയിൽ നമസ്കരിക്കൂ എന്ന തെറ്റായ അറിവുള്ള സ്ത്രീകളുണ്ട്. പറഞ്ഞാൽ ഇസ്ലാമിനെ കുറിച്ച് ഒന്നും മനസ്സിലാകാത്തത് കൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്. സഹാബ വനിതകളൊക്കെ, സ്ത്രീകളൊക്കെ പള്ളിയിലാണുള്ളത്. അത് പിന്നീട് ഒരു ദിവസം പറയുന്നതാണ്. അപ്പോൾ സ്ത്രീ പുരുഷ ഭേദമന്യേ പള്ളിയോട് ഹൃദയത്തെ ബന്ധിപ്പിച്ചവരാണ് മൂന്നാമത്തെ വിഭാഗം. 4, വറജുലാനി തഹബ്ബാ ഫില്ലാഹി ഇജ്തമഅ അലൈഹി വതഫറഖ അലൈഹി. അതിലൊരു വലിയ ക്രോസ് ഉണ്ട്. 2 മനുഷ്യർ പരസ്പരം അഭേദ്യമായ ബന്ധവും സ്നേഹവും ഇഷ്ടവും അതങ്ങനെ തന്നെ നിലനിർത്തി ജീവിച്ചു. ആ ജീവിതത്തിൻ്റെ പര്യവസാനം അവർ ഇരുവരും മരണപ്പെട്ടു പോയി. ഇതിനിടയിൽ അവർ പിരിഞ്ഞില്ല. അങ്ങനെ പിരിയണമെന്ന് തോന്നിയില്ല. വഴക്കും ശണ്ടയൊന്നും ഉണ്ടായില്ല. അങ്ങനെ ജീവിച്ചു. അവരെ അള്ളാഹു അർശിൻ്റെ തണലിൽ നിർത്തും. ഇതെത്രയോ എളുപ്പമാണെന്ന് നമുക്ക് തോന്നാം. പക്ഷെ ഏറ്റവും പ്രയാസമുള്ളത് പരസ്പരം സ്നേഹിക്കുക എന്ന ഒരൊറ്റ കാര്യമാണ്. കാരണം 4 ഘടകങ്ങൾ ചേരുമ്പോഴേ സ്നേഹം ഉണ്ടാവൂ. അതിലൊന്ന് വികാരമാണ്. അത് മാത്രമേ നമ്മുടെ മനസ്സിലുള്ളൂ. അതുകൊണ്ട് അത് അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്നേഹമൊന്നുമില്ല എന്നാണ്. സ്നേഹത്തിൻ്റെ പ്രധാന ഘടകങ്ങളൊക്കെ വിവരിച്ചിട്ടുണ്ട്.
അത് അസ്സിവാജു ഫിൽ ഇസ്ലാം, ഇസ്ലാമിലെ വിവാഹ ജീവിതം എന്ന അതിബൃഹത്തായൊരു കിതാബുണ്ട്. ബഹുമാനം സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ഘടകമാണ്, അന്യോന്യമുള്ള ബഹുമാനം. കരുതൽ, അംഗീകാരം, തൃപ്തി, ഇത് നാലും ഉണ്ടാകുമ്പോൾ മാത്രമേ സ്നേഹത്തിന് ഉണ്ടാകാൻ കഴിയൂ. സ്നേഹം ജനിക്കുന്നത് അവിടെയാണ്. അപ്പോൾ അതൊക്കെ ബാക്കി നിങ്ങൾ പഠിക്കുക. ജിദ്ദു കൃഷ്ണമൂർത്തി എന്ന പ്രസിദ്ധനായൊരു എഴുത്തുകാരൻ, അദ്ദേഹമല്ല, എറിക് ഫ്രേമാണ് ആ പുസ്തകം. എറിക് ഫ്രേം എഴുതിയ സ്നേഹം സിദ്ധാന്തവും പ്രയോഗവും വായിച്ചാൽ ഒരു 10 വട്ടം വായിച്ചാലൊക്കെ എന്തെങ്കിലും മനസ്സിലാവൂ. അത്ര ഗൗരവമേറിയ ചിന്തയുടെ വിശകലനമാണ് ആ പുസ്തകം. കിട്ടുന്നവർ മേടിച്ച് വായിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ജീവിച്ച അതേ നിലയിൽ മരിക്കുന്നവരെയും തുടർന്നു അങ്ങനെ മരണപ്പെട്ടു. ഇപ്പം മൂത്തത്തി യുദ്ധത്തിൽ പരസ്പരം ഞങ്ങൾ അന്യോന്യം കണ്ടുകൊണ്ട് മരിക്കണമെന്നാഗ്രഹിച്ച സഹാബികളുണ്ട്. രണ്ടുപേരും അതിദൈന്യതയിലാണ്. അത്ര അസഹ്യമായ വേദനയാണ്. അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടിയാണ് അടരാടിയത്. അങ്ങനെ ദീനിനെ അടരാടിയിട്ട് ഞാൻ മാത്രമല്ല, എൻ്റെ സ്നേഹിതനും ഇതേ അവസ്ഥയിലാണെന്ന് മനസ്സിലാക്കുകയാണ്. വെള്ളം പങ്കുവയ്ക്കുന്ന സഹാബികളെക്കുറിച്ചായി പറഞ്ഞത്. വെള്ളം പങ്കുവയ്ക്കാൻ പോയിട്ട് ജീവിതത്തിലൊന്നും പങ്കുവയ്ക്കാത്തവരാണല്ലോ നമ്മളൊക്കെ. അപ്പോൾ അവരിങ്ങനെ അന്യോന്യം തിരിച്ചു കടത്താൻ പറഞ്ഞിട്ട് പരസ്പരം കാണും. അങ്ങനെ കണ്ടുകൊണ്ട് സ്വയം നിർവൃതി അടഞ്ഞ് മരണപ്പെട്ടു പോയ സഹാബിമാർ, അതാണ് സ്നേഹം. അങ്ങനെ എഴുതുണ്ടാകണം. വറജുലുൻ ദഅത്തുഹു ഇംറാത്തുൻ ദാത്തു മൻസിബിൻ വജമാലി, സൗന്ദര്യമുണ്ട്, പദവികളുണ്ട്, ജോലി ഉണ്ടാവും, ഉത്തരവാദിത്വം ഉണ്ടാവും, ചുമതലയുണ്ടാവും, എന്തോ ആട്ടെ. അങ്ങനെ ഒരു യുവതി ക്ഷണിച്ചു, അല്ലെങ്കിൽ യുവാവ് ക്ഷണിച്ചു. ഇന്നത്തെ അർത്ഥം പറയാം, ചാറ്റ് ചെയ്തു. ഫഖാല ഇന്നി അഖാഫുല്ലാഹ്, അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ അല്ലാഹുവിനെ ഭയക്കുന്നു. ബാക്കി നിങ്ങൾ കൂടെ ഇനി ചിന്തിക്കേണ്ടതാണ്. വറജുലുൻ തസദ്ദഖ ബിസദഖത്തിൻ, ഒരു മനുഷ്യൻ ഒരു ധർമ്മം ചെയ്തു. ഫഖഫാഹ ഹത്താ ലാ തഅലമ ശിമാലുഹു മാ തുൻഫിഖു യമീനുഹു, വലത് കൈ കൊടുത്തത് ഇടത് കൈ അറിയാതെ. ഭാഷയിൽ അതിപ്രധാനപ്പെട്ടൊരാശയമുണ്ട്. ഭർത്താവ് കൊടുത്തത് ഭാര്യ അറിയില്ല, ഭാര്യ കൊടുത്തത് ഭർത്താവ് അറിയില്ല. അതാണ് അതിൻ്റെ ആശയം. അല്ലാണ്ട് നമ്മുടെ വലത് കൈ കൊടുത്ത് നമ്മുടെ ഇടത് കൈക്ക് അറിയാമല്ലോ. നമ്മുടെ വലത് കൈ കൊണ്ട് തന്നെയല്ലേ പൈസ എടുത്ത് കൊടുക്കണത്. അപ്പോൾ അതല്ല അതിൻ്റെ ആശയം. അതാണ് വേദ ഭാഷയുടെ അർത്ഥം എന്നത്രേ മനസ്സിലാകുക. അവസാനം വറജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാലത്ത് ഐനാഹു, ഒരു മനുഷ്യൻ, അത് സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ, പടച്ചവനെ കുറിച്ച് ഓർത്തിട്ട് അത് അപാരമായ സ്നേഹവും ബഹുമാനവും ഭക്തിയും നിമിത്തം കണ്ണ് നിറഞ്ഞു പോകും, സങ്കടം വരും അള്ളാഹുവിനെ ഓർക്കുമ്പോൾ. ചില സന്നിഗ്ധ ഘട്ടങ്ങളിലൊക്കെ പടച്ചവൻ്റെ അനുഗ്രഹവും സഹായവും ഒക്കെ ലഭിച്ചത് ഓർത്താൽ മതി, കരഞ്ഞു പോകും. അവരെയും അള്ളാഹു അർശിൻ്റെ തണലിൽ നിർത്തും. ശ്രമിച്ചു നോക്കുക, നമുക്കും അതിൻ്റെ കൂടെ എത്താൻ കഴിയും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന